ഹായ്, അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പിളിംഗ് ആൻഡ് പോപ്പുലേഷൻ എന്നാണ്. അപ്പം നമ്മളുടെ ദീസ് ആർ ദ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് എന്ന് നമുക്ക് പറയാം. അപ്പം റിസർച്ചേഴ്സ് എന്ന് പറയുമ്പം യൂഷ്വലി സ്റ്റഡി ചെയ്യുന്ന ഒരു സ്മോൾ ഗ്രൂപ്പ് ആയിരിക്കും. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തിനാണ്, ഒരു ലാർജ് ഗ്രൂപ്പിനെ പറ്റിയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ കമ്മിങ് ബാക്ക് ടു ദ ടോപ്പിക്, നമ്മൾ പോപ്പുലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മീൻസ് എൻറ്റയർ ഗ്രൂപ്പ് വി വോണ്ട് ടു സ്റ്റഡിയാണ് നമ്മൾ ഈ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അതിനകത്തെന്ന് പറയുമ്പം ഇൻക്ലൂഡ് ഓൾ മെമ്പേഴ്സ് ഓർ ഒബ്സർവേഷൻസ് ആയിരിക്കും. അതിനെ നമുക്ക് ക്യാപിറ്റൽ എൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ റെസിഡൻസ് ഇൻ എ സിറ്റി. ഓക്കെ, ഇനി സാമ്പിൾ എന്താണെന്നുള്ളതാണ്. സാമ്പിൾ എന്ന് പറയുന്നത് സ്മോളർ പാർട്ട് ഓഫ് എ പോപ്പുലേഷനാണ്. ആൻഡ് അതെന്ന് പറയുന്നത് ഒരു ഹോൾ പോപ്പുലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. ആൻഡ് അതിന് നമുക്ക് സ്മോൾ എൻ കൊണ്ടിട്ട് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 500 റെസിഡൻസ് സെലക്റ്റഡ് ഫ്രം ദി സിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് പോപ്പുലേഷനും സാമ്പിളും എന്ന് പറയുന്നത്. അപ്പം സാമ്പിൾ എന്ന് പറയുന്നത് ഒരു സ്മോളർ പാർട്ട് ഓഫ് പോപ്പുലേഷൻ മാത്രമാണ്. ഓക്കെ, പക്ഷേ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഒരു എൻറ്റയർ ഗ്രൂപ്പിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് പോപ്പുലേഷൻ വേഴ്സസ് സാമ്പിൾ അവർ തമ്മിലുള്ള കുറച്ച് ഡിഫറൻസ് നോക്കാം. പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് ഗ്രൂപ്പാണ്, വേറെ സാമ്പിൾ എന്ന് പറയുമ്പം ഒരു പാർട്ട് ഓഫ് ഗ്രൂപ്പ് മാത്രമാണ്. ഇനി പോപ്പുലേഷനെ നമുക്ക് ക്യാപിറ്റൽ എൻ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാമെങ്കിൽ സാമ്പിളിനെ നമുക്ക് സ്മോൾ എൻ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. ഇനി പോപ്പുലേഷൻ എന്ന് പറയുന്നത് യൂസസ് പാരാമീറ്റേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. സാമ്പിളിനകത്താണെങ്കിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ മ്യൂ ഉപയോഗിക്കാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ബാർ എന്ന് പറയുന്നതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിനെ രണ്ടായിട്ട് സാമ്പിളിങ്ങിനെ ക്ലാസിഫൈ ചെയ്യാം, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന്. എന്താണ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്? ഇതെന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡിനകത്ത് എവറി മെമ്പർ ഹാസ് എൻ ഈക്വൽ ചാൻസ് ഓഫ് സെലക്ഷൻ. ഓക്കെ, ആൻഡ് സെലക്ഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ കൺവീനിയൻസ് ആയിരിക്കും. അപ്പം നോൺ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ആ വേർഡിൽ തന്നെ ഉണ്ട്, ദർ മേ ബി എ ചാൻസ്, ഒരു മീൻസ് ഇഫ് ഓർ ഇഫ് നോട്ട് ആയിരിക്കും അല്ലേ, ഒരു ചാൻസ് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. അപ്പം അഥവാ ഇൻ കേസ് ഒരു സെലക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അത് ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ കൺവീനിയൻസ് ബേസിലായിരിക്കും. ഇനി കൺവീനിയൻസ് സാമ്പിളിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീപ്പിൾ ഹു ആർ ഈസി ടു റീച്ച് അല്ലെങ്കിൽ ഫാസ്റ്റ് ആൻഡ് ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കേസാണ് ഈ കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് പേർപ്പസീവ് സാമ്പിളിംഗ്. എന്താണ് പേർപ്പസീവ് സാമ്പിളിംഗ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിസിപ്പൻസ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത്. ഇനി അതെന്ന് പറയുമ്പം യൂസ്ഫുൾ വെൻ എക്സ്പേർട്ട് ജഡ്ജ്മെൻറ്റ് ഈസ് നീഡഡ്. നമുക്കൊരു ഫർദർ എന്തെങ്കിലും ഒരു സ്റ്റഡീസോ അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻറ്റോ വേണമെങ്കിൽ നമുക്ക് ഈ പേർപ്പസീവ് സാമ്പിളിംഗ് യൂസ് ചെയ്യാം. ഇനി എന്താണ് സ്നോബോൾ? അതാണ് നമ്മൾ പേർപ്പസീവ് സാമ്പിളിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. അതെന്ന് പറയുന്നത് എന്താ, എക്സിസ്റ്റിംഗ് പാർട്ടിസിപ്പൻസ് റെഫർ അതേഴ്സ് ആണ് ആൻഡ് യൂസ്ഫുൾ ഫോർ ഹാർഡ് ടു ഫൈൻഡ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, അതായത് യൂസ്ഫുൾ ഫോർ ഹാർഡ് ടു ഫൈൻഡ് ഗ്രൂപ്പ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ സ്നോബോൾ സാമ്പിളിംഗ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ കോട്ട സാമ്പിളിംഗ്. അതെന്ന് പറയുന്നത് ഫിക്സഡ് നമ്പർ ഫ്രം ഈച്ച് കാറ്റഗറിയാണ് ആൻഡ് എൻഷുവേഴ്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. അതിലൂടെ ഈ ഒരു കോട്ട ഗ്രൂപ്പിനകത്തൂടെ മിക്ക ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെയും റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതായത് ഒരു ഫിക്സഡ് നമ്പർ ആയിരിക്കും ഓരോ കാറ്റഗറിയിൽ നിന്നും സെലക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആണ്. എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന്? അതിലൂടെ നോക്കിയപ്പോൾ എവറി മെമ്പർ ഹാസ് എ നോൺ ചാൻസ് ഓഫ് ബീങ് സെലക്റ്റഡ് ആൻഡ് ദിസ് മെത്തേഡ് ഈസ് മോർ സയൻറ്റിഫിക് ആൻഡ് റിലയബിൾ. കൂടുതൽ ആക്സസിബിൾ അല്ലെങ്കിൽ നമ്മൾ ആപ്റ്റ് ആയിട്ടുള്ളതും സയൻറ്റിഫിക് ആൻഡ് റിലയബിൾ ആയിട്ടുള്ളതും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൽ വരുന്നതാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. അതായത് എവറി മെമ്പർ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഉണ്ടായിരിക്കും, അതായത് സെലക്ഷൻ ആവാനുള്ളത്. അതുപോലെ സെലക്ഷൻ തന്നെ കംപ്ലീറ്റ്ലി എന്താണ്, റാൻഡം ആയിരിക്കുക. ഇനി അടുത്ത് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ആണ്. എന്താണ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ദ പോപ്പുലേഷൻ ഇൻ ഗ്രൂപ്പ്സിനെ അല്ലെങ്കിൽ പോപ്പുലേഷനെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഓൾസ് നമുക്ക് സ്ട്രാറ്റ എന്ന് പറയാം. പിന്നെ റാൻഡംലി സെലക്ട് ഫ്രം ഈച്ച് ഗ്രൂപ്പാണ്. ഓക്കെ, അതാണ് നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ക്ലസ്റ്റർ സാമ്പിളിംഗ് ആണ്. അതെന്ന് പറയുമ്പോൾ പോപ്പുലേഷനെ ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്യുക ആൻഡ് റാൻഡംലി ചൂസ് എൻറ്റയർ ക്ലസ്റ്റർ ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെലക്ടിങ് എ ഫ്യൂ സ്കൂൾസ് ആൻഡ് സർവേയിങ് ഓൾ സ്റ്റുഡൻസ് ദെയർ. അതാണ് നമ്മൾ ഈ ക്ലസ്റ്റർ സാമ്പിളിംഗ് പറയുന്നത്. ഇനി അടുത്ത സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് എവറി kth മെമ്പർ, എക്സാമ്പിൾ എവറി 10th പേഴ്സൺ ഓൺ എ ലിസ്റ്റ്. അതായത് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലിസ്റ്റ് ആയിരിക്കും യൂസിങ് ഫിക്സഡ് ഇൻ്റർവെൽ യൂസ് ചെയ്തിട്ടുള്ള. ഓക്കെ, അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്തതെന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മീൻ നൊട്ടേഷൻസ് ആണ്. അതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, പോപ്പുലേഷൻ മീൻ ആൻഡ് സാമ്പിൾ മീൻ. എന്താണ് പോപ്പുലേഷൻ മീൻ? അതെന്ന് പറയുന്നത് നമുക്ക് പോപ്പുലേഷൻ മീനെ മ്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്ന് പറയുന്നത് ട്രൂ ആവറേജ് ഓഫ് ദി എൻറ്റയർ പോപ്പുലേഷൻ ആണ്. നമുക്കറിയാം മീൻ എന്ന് പറയുന്നത് ആവറേജ് ആണ്. അപ്പം പോപ്പുലേഷൻ മീൻ എന്ന് പറയുമ്പോൾ ആവറേജ് ഓഫ് ദി
എൻറ്റയർ പോപ്പുലേഷനാണ്. ഇനി അടുത്തത് സാമ്പിൾ മീൻ ആണ്. അതിന് നമുക്ക് എക്സ് ബാർ കൊണ്ട് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ആവറേജ് ഓഫ് ദി സാമ്പിളാണ്, സാമ്പിളിൻ്റെ ആവറേജ് ആണ്. അതാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്കൽ മീൻ നൊട്ടേഷൻസിനകത്ത് വരുന്നത്. ഇനി അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? അതെന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഷേഴ്സ് ഹൗ സ്പ്രെഡ് ഔട്ട് ദി ഡേറ്റ ഈസ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാത്രമല്ല സ്മോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു ഡേറ്റ ഈസ് ക്ലോസ് ടു ദി മീൻ ആണ്. ആൻഡ് ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആകുമ്പം ഡേറ്റ ഈസ് മോർ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. ഓക്കെ, സ്മോൾ ആകുമ്പോഴത്തേക്ക് സ്മോൾ എസ് ഡി എന്ന് പറയുമ്പം ഡേറ്റ എന്ന് പറയുന്നത് ക്ലോസ് ടു ദ മീൻ ആയിരിക്കും. ആൻഡ് ലാർജ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അഥവാ ലാർജ് എസ് ഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഡേറ്റ എന്ന് പറയുന്നത് ഈസ് മോർ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. നമുക്കതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? എസ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ബൈ എൻ മൈനസ് വൺ എന്നൊരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒരു ഫോമുലയാണ്. ഇനി ഇമ്പോർട്ടൻറ്റ് സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സിഗ്മ എന്ന് പറയുന്നത് സബ്മേഷനാണ്, മ്യൂ എന്ന് പറയുന്നത് പോപ്പുലേഷൻ മീൻ ആണ്, ആൻഡ് സ്മോൾ സിഗ്മ എന്ന് പറയുന്നത് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, ആൽഫ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻസ് ലെവൽ, ബീറ്റ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻ, ആൻഡ് തീറ്റ എന്ന് പറയുന്നത് പോപ്പുലേഷൻ പാരാമീറ്റർ ആണ്. സോ ഇതാണ് നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനൊരു കൺക്ലൂഡ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ഹോൾ ഗ്രൂപ്പാണ്. സാമ്പിൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് പോപ്പുലേഷൻ ആണ്. സാമ്പിളിംഗ് മെത്തേഡ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. മെയിൻലി പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ആൻഡ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഹെൽപ്പ് സമ്മറൈസ് ഡേറ്റാസ് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മളുടെ ടോപ്പിക് സാമ്പിളിംഗ് ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഓൾ അണ്ടർസ്റ്റാൻഡ് ദി ടോപ്പിക് ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ്. താങ്ക് യു.